കേരള കോൺഗ്രസിന്റെ പൈതൃകം ആർക്കാണെന്ന് ഈ തെരഞ്ഞെടുപ്പോടെ തെളിഞ്ഞുവെന്ന് കോട്ടയത്തെ നിയുക്ത എം പി ഫ്രാൻസിസ് ജോർജ്. യഥാർത്ഥ കേരള കോൺഗ്രസ് എന്നതിനുള്ള അംഗീകാരം ഉടൻ കിട്ടും. യുഡിഎഫിന്റെ വിലയിരുത്തൽ പോലെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. റബ്ബർ വില വർധന അടക്കമുള്ള വിഷയങ്ങൾ പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറയുന്നു. കോട്ടയത്തിന്റെ നിയുക്ത എം പി ഫ്രാൻസിസ് ജോർജ് എന്നോടൊപ്പം ചേരുകയാണ്. മികച്ചൊരു വിജയം നേടിക്കഴിഞ്ഞിരിക്കുന്നു. കോട്ടയംകാർക്ക് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? കോട്ടയത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് റെയിൽവേ സംബന്ധമായ കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിനൊരു പരിഹാരം കാര്യങ്ങളുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാർഷിക പ്രശ്നങ്ങൾ എടുത്താൽ റബ്ബറാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പാർലമെന്റിൽ ഈ വിഷയം ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. റബ്ബറിനൊരു ന്യായവില ലഭിക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കിയേ പറ്റും. ഇതിങ്ങനെ ഒരു ഏറിയും കുറഞ്ഞും കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അതിന് വേണ്ട ഒരു നടപടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മുൻകൈ എടുത്തുണ്ടാകണം. കാരണം ഇത് വാണിജ്യ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ഒരു നാണ്യവിളയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ WTO മറ്റ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് ഇതെല്ലാം ഇതിനെ ബാധിക്കുകയാണ്. അപ്പോ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഈ വിഷയങ്ങളൊക്കെ സംസ്ഥാനവുമായി കൂടി ചർച്ച ചെയ്ത് വേണം ഇങ്ങനെയുള്ള എഗ്രിമെന്റുകളിൽ എത്താൻ എന്നുള്ള ഒരു നിർദ്ദേശം തീർച്ചയായിട്ടും വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ കേരള കോൺഗ്രസുകൾ ആരെന്നുള്ള ചോദ്യം വലിയ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഇനി എന്താണ് കേരള കോൺഗ്രസിന്റെ ഇപ്പോൾ ഒരു അംഗീകാരം കൂടി ലഭിച്ചിരിക്കുകയാണ്. ചിഹ്നമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം. സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എന്ന ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ്, PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ആണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്നുള്ള അംഗീകാരം തീർച്ചയായിട്ടും ലഭിക്കും. ഞങ്ങൾ മറ്റാരെയും കുറച്ചു കാണുകയല്ല. പക്ഷെ ഞങ്ങളാണ് യഥാർത്ഥ കേരള കോൺഗ്രസ്. അതിന്റെ ഒരു പൈതൃകം ഞങ്ങളാണ് പേറുന്നത് എന്നുള്ള അംഗീകാരം തീർച്ചയായിട്ടും ജനങ്ങൾ തരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.